ഇന്ത്യക്ക് നടുവിൽ പാകിസ്ഥാനോട് കൂറ് പ്രഖ്യാപിച്ച് മറ്റൊരു രാജ്യം. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഒരു കഠാരമുന പോലെ ആ രാജ്യം വളരുകയായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന റസാക്കർമാർ എന്ന മതഭ്രാന്തി പിടിച്ച സൈനികരുടെ തോക്കിൻമുനയുടെ ഫലത്തിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ അയാൾ ഭാരതത്തെ വെല്ലുവിളിച്ചു. ഹൈദരാബാദിനെ ഒരു സ്വതന്ത്ര ഇസ്ലാമിക് സ്റ്റേറ്റാക്കാൻ. കലാപത്തിനും വിഭജനത്തിനും ശേഷം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് കണ്ണു തുറന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു വലിയ ചോദ്യം ബാക്കിയായി. 565ഓളം വരുന്ന നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യും? നാട്ടുരാജ്യങ്ങൾ ഭരിക്കുന്നത് സ്വന്തമായി സൈന്യവും പതാകയുമുള്ള നാട്ടുരാജാക്കന്മാരാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലകൊള്ളണം എന്ന നിലപാടെടുത്തു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്ന ദൗത്യത്തിന്റെ നേതൃത്വം പട്ടേലിനായിരുന്നു. പട്ടേലിന്റെ സമർത്ഥമായ ഇടപെടലിൽ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ലയിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഹൈദരാബാദ് ഭരിച്ചിരുന്ന നൈസാം ഉസ്മാൻ അലി ഖാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു: ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമാകില്ല. പാകിസ്ഥാന്റെ സഹായത്തോടെ ഇന്ത്യയുടെ ഹൃദയത്തിൽ ഒരു വിഷവിത്ത് പാകാൻ നൈസാം പദ്ധതിയിട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായ ഹൈദരാബാദ് നൈസാം ഉസ്മാൻ അലി ഖാൻ ഭാരതത്തിന്റെ നെഞ്ചിൽ കഠാരയിറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ജിന്നയുമായി അതിനുള്ള ഗൂഢാലോചന നടന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ ഹൃദയത്തിൽ മറ്റൊരു പാകിസ്ഥാൻ. നൈസാമിന് തുണയായി കാസിം റസ്വി എന്ന വർഗീയവാദി തന്റെ ലക്ഷക്കണക്കിന് വരുന്ന റസാക്കർമാർ എന്ന മതഭ്രാന്തി പിടിച്ച സേനയെ നയിച്ചുവിട്ടു. ഹൈദരാബാദിന്റെ തെരുവുകൾ ചോരക്കളമായി മാറി. അത് വെറുമൊരു അക്രമമായിരുന്നില്ല, വംശഹത്യയായിരുന്നു. സ്ത്രീകളെ അപമാനിച്ചു, വീടുകൾ ചുട്ടരിച്ചു, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളി. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം ഹൈദരാബാദിലെ ഓരോ മണൽത്തരിയും ചോരയിൽ കുതിർന്നു. ഈ ക്രൂരതകൾ കണ്ട് ലോകം നടുങ്ങിയപ്പോഴും ഭാരതത്തിന്റെ മാനം തെരുവിൽ വലിച്ചെറിയപ്പെടുന്ന കാഴ്ചയുടെ ലഹരിയിൽ നൈസാം കൊട്ടാരത്തിലിരുന്ന് ചിരിച്ചു. ഡൽഹി ആശങ്കയുടെ നിലയിലായിരുന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം കണ്ടെത്താം എന്ന പ്രത്യാശയിലായിരുന്നു. നെഹ്റു ചർച്ചകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പട്ടേൽ തന്റെ നിലപാടറിയിച്ചു: ഇന്ത്യയുടെ ഉദരത്തിലെ ക്യാൻസറാണ് ഹൈദരാബാദ്. ശസ്ത്രക്രിയ അനിവാര്യമാണ്. അത് വൈകുന്തോറും രാജ്യത്തിന് ആപത്താണ്. നൈസാം ചർച്ചയ്ക്ക് സമയം നീട്ടിക്കൊണ്ടിരിക്കുന്നത് ആയുധങ്ങൾ ശേഖരിക്കാനാണെന്ന് പട്ടേലിന് മനസ്സിലായി. 1948 സെപ്റ്റംബർ 13 ഹൈദരാബാദിനെതിരെ സൈനിക നീക്കത്തിന് ആഭ്യന്തരമന്ത്രിയായ പട്ടേൽ ഉത്തരവിട്ടു. ഓപ്പറേഷൻ പോളോ. ഇന്ത്യൻ സൈന്യം 5 വശങ്ങളിലൂടെ ഹൈദരാബാദിലേക്ക് എത്തിച്ചു. ലോകം കണ്ട ഏറ്റവും മിന്നൽ വേഗത്തിലുള്ള സൈനികൻ. റസാക്കർമാരെന്ന നൈസാമിന്റെ സൈന്യത്തിന്റെ പ്രതിരോധം ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരുന്നു. കാസിം റസ്വിയുടെ റസാക്കർമാർ മാളത്തിലൊഴിച്ചു. തങ്ങളുടെ കൈവശം അത്യാധുനിക ആയുധങ്ങളുണ്ടെന്ന് കീഴ്പ്പെടുത്തിയ നൈസാം ആനന്ദിട്ട് തലകുനിച്ച് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി. അഹങ്കാരത്തിന്റെയും വർഗീയതയുടെയും കോട്ടകൾ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഉരുക്കു മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ഹൈദരാബാദിന്റെ തെരുവുകളിൽ ഇന്ത്യൻ ത്രിവർണ പതാക ഉയർന്നു പറന്നപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി ആഹ്ലാദിച്ചു. അവർക്കത് സ്വാതന്ത്ര്യമായിരുന്നില്ല, പുനർജന്മമായിരുന്നു. भारत माँ की जय बोली।